നമ്മളിനി പറയാൻ പോണത് ആകെ കലങ്ങിയ മനസ്സുമായി വളരെ വിഷാദത്തിലിരിക്കണ, ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ ദിക്കറിയാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന അർജുനൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് അയാളുടെ വിഷമത്തിൽ അല്പം പോലും സഹതപിക്കാതെ അയാളെ അയ്യോ പാവം, അയ്യോ കഷ്ടം, അങ്ങനെ ഒരു വാക്കും പറയാതെ വളരെ ചെറിയൊരു പരിഹാസഭാവമാണ് തോന്നും എന്ന രീതിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുകയാണ്. നമ്മൾ കൃഷ്ണനെ ആശ്രയിച്ച് ചെന്നിരിക്കുകയാണ്. അർജുനെ വഴിയൊന്നുമില്ല, സറണ്ടറായി, ഇനി ഒരു രക്ഷയില്ല. ഭഗവാനെ കൃഷ്ണ, എൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ്, എന്നെ രക്ഷിക്കണേ, എനിക്ക് വേണ്ട ഉപദേശം തരണേ എന്ന് പറഞ്ഞ് ചെന്നിരിക്കുക. നോക്കൂ, നമ്മൾ അംഗീകരിച്ച ഒരാളോടെ നമ്മൾ കാര്യം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. നിങ്ങളെ ഒരാൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നിങ്ങൾക്ക് മനസ്സും ചെവിയും ഇന്ദ്രിയങ്ങൾ മുഴുവൻ സമർപ്പിച്ച് നിങ്ങളെ കേൾക്കും. നേരെ മറിച്ച് നിങ്ങളെ അംഗീകരിക്കാത്തൊരു വ്യക്തി നിങ്ങൾ എത്ര വലിയ മഹത്വചനം പറഞ്ഞിട്ടും കാര്യമില്ല, ചെവി തരില്ല, പുച്ഛമായിരിക്കും അയാൾക്ക്. ഇത് സറണ്ടറായി, സർവം കൃഷ്ണാർപ്പണമായി. കൃഷ്ണന് മനസ്സിലായി, അർജുനൻ്റെ അവസ്ഥ മനസ്സിലായി. അർജുനൻ പറഞ്ഞ പൊട്ടത്തരം മുഴുവൻ കൃഷ്ണന് മുമ്പേ അറിയാം. പക്ഷേ ഈ അംഗീകരിക്കാത്തവനോട് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കൃഷ്ണനറിയാം. അതുകൊണ്ട് കൃഷ്ണൻ അന്ന് മിണ്ടാതിരുന്നത്. ഇപ്പോൾ അടിയറവായപ്പോൾ ഇനി അവൻ ശ്രദ്ധിക്കും, പറഞ്ഞാൽ അവന് മനസ്സിലാവുമെന്ന് ഭഗവാന് ബോധ്യമായപ്പോൾ ഭഗവാൻ പറഞ്ഞു, അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂന ഗദാസൂംശ്ച നാനോശോചന്തി പണ്ഡിതാ. ഭഗവത്ഗീതയിലെ സാഖ്യയോഗം ശ്ലോകം 11. ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, നീ വലിയ വിദ്വാൻമാരെ പോലെയൊക്കെ സംസാരിക്കുന്നു, മഹാബുദ്ധിമാനെ പോലെ സംസാരിക്കുന്നു. നോക്കൂ, ബുദ്ധിയുള്ളവർ ജീവിച്ചിരിക്കുന്നവരെ പറ്റിയും മരിച്ചുപോയവരെ പറ്റിയും ഓർത്ത് ദുഃഖിക്കാറില്ല. എന്തായിരിക്കും കാരണം ഇതൊന്നും നമ്മുടെ കയ്യിലല്ല എന്ന് അവർക്കറിയാം. പൂന്താനം വളരെ വ്യക്തമായി പറഞ്ഞില്ലേ, വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും, കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രമശ്വതി എന്നതും, ഇത്തരമോരോന്നു ചിന്തിച്ചിരിക്കുമ്പോൾ ചത്തുപോകുന്നു പാവം ശിവശിവ. ഇത് പൂന്താനത്തിനറിയാം. പൂന്താനം ബുദ്ധിമാനാണ്. അദ്ദേഹത്തിനറിയാം ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചും മരിച്ചുപോയവരെക്കുറിച്ചും ഒന്നും നമ്മൾ ചിന്തിച്ച് ദുഃഖിക്കുന്നത് ശരിയല്ല. അത് ബുദ്ധിയില്ലാത്ത ഒരു പണിയാണെന്ന് അദ്ദേഹത്തിനറിയാം. അത് അദ്ദേഹം വരികളിലൂടെ പ്രകടിപ്പിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുമുണ്ട്. ഇതൊക്കെ കേട്ടാലും നമ്മൾ ഭാവിയെപ്പറ്റിയും ഭൂതത്തെപ്പറ്റിയും വർത്തമാനത്തെപ്പറ്റിയൊക്കെ ചിന്തിച്ച് വിറകൊള്ളാറുണ്ട്. സത്യത്തിൽ കഴിഞ്ഞു പോയ കാലത്തിൽ നമുക്കൊന്നും ചെയ്യാനില്ല. കൈവിട്ടുപോയ നിമിഷങ്ങളാണ് കഴിഞ്ഞ കാലങ്ങൾ. എങ്ങനെ റീവൈൻഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്ത ഒരു സംഭവമാണത്. പക്ഷെ മനസ്സ് അവിടെയാണ് കൂടുതൽ സമയം ചെലവഴിക്കാറ്. അങ്ങോട്ട് ഇറങ്ങിപ്പോയി ചെന്നിട്ട് പഴയ കാലത്ത് നമ്മളെ മുഖത്ത് നോക്കി തുപ്പി, മുഖത്ത് തോണ്ടി, കോക്കറി കാണിച്ചു, അങ്ങനെ അവരോടൊക്കെ നമ്മൾ പുറകോട്ട് പോയി പ്രതികാരം ചെയ്യുന്ന ഒരു പ്രവണത മനുഷ്യജീവിക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ മനസ്സ് അർപ്പിച്ചിട്ട് മനസ്സിനെ പരിപൂർണമായി അവിടെ കൊണ്ട് തള്ളിയിട്ട് വേണ്ടാത്ത ടെൻഷനെല്ലാം വലിച്ചു കയറ്റി തലയ്ക്കകത്ത് വയ്ക്കും. എന്നിട്ട് ഞെട്ടി വിറച്ച് പ്രതികാരദാഹം മൂത്ത് കുടിപ്പക കയറിയിട്ട് ടെൻഷനായിട്ട് അത് ശരീരത്തിൽ രോഗങ്ങളായി മാറും. എന്നിട്ട് ഈ രോഗങ്ങൾ ചികിത്സിക്കാൻ
നെട്ടോട്ടം ഓടും. ഈ ഓടുമ്പോഴും മനസ്സ് കഴിഞ്ഞു പോയ ഭൂതകാലത്തിൽ കിടന്ന് കെട്ടിമറിഞ്ഞ് പ്രശ്നമുണ്ടാക്കി കൂടുതൽ കൂടുതൽ ടെൻഷൻ ഉൽപ്പാദിപ്പിച്ച് കൂടുതൽ രോഗത്തിൻ്റെ ആഴത്തിലേക്ക് പോകുന്ന ഒരു സ്വഭാവം മനുഷ്യജീവിക്ക് മാത്രമാണ്. ഇനി ഇതല്ല, ഇതിന് നമ്മൾ തൽക്കാലം ഒരു അവധി കൊടുത്താൽ പിന്നെ ചെയ്യാൻ പോകുന്ന ഭാവിയിലേക്കാണ്. ഭാവിയിലേക്ക് കയറി ചെന്ന് കാര്യങ്ങൾ ചെയ്ത് വെട്ടിപ്പാക്കുന്ന ഒരു പ്രവൃത്തിയിലായിരിക്കും. അതങ്ങനെ ചെയ്യണം, ഭാവിയിൽ അങ്ങനെ ചെയ്യണം, അതിന് ഇവിടുന്ന് ഇങ്ങനെ ലോൺ എടുക്കാം, അവിടുന്ന് അങ്ങനെ കടം മേടിക്കാം, അതുകൊണ്ട് ഇന്ന ബിസിനസ് ചെയ്യാം, അപ്പോൾ ഇത്രയൊക്കെ നേട്ടം വരും. ഇങ്ങനെ ഭാവിയിലേക്ക് കയറി ചിന്തിച്ച് അപ്പോൾ നഷ്ടപ്പെടുന്നത് എന്താണ്? ഈ നിമിഷം. നമ്മൾ ആസ്വദിച്ച് ജീവിക്കാൻ നമുക്ക് ആകെ ലഭിക്കുന്നത് ഈ നിമിഷമാണ്. ഈ നിമിഷത്തിലൂടെയാണ് നമുക്ക് ഭാവിയും കഴിഞ്ഞുപോയ ബോധവും ഒക്കെ നമ്മൾ ആസ്വദിക്കുന്ന ഈ നിമിഷത്തിലാണ്. ഈ നിമിഷം നമ്മൾ ഇതേപോലെ വേണ്ടാത്ത ചിന്തകളിലൂടെ കടന്നുപോയി കൈവിട്ട് കളഞ്ഞ് ഭാവിയിലും ഭൂതത്തിലേക്കും ആടി നിൽക്കുകയാണ് മനുഷ്യജീവികൾ മാത്രം ചെയ്യുന്ന ഈ ഒരു പണി. അത് ബുദ്ധിമാന്മാർ ചെയ്യില്ല. അവർക്ക് കിട്ടുന്നതൊക്കെ ബോണസാണ്. അവർ ഭാവിയിലേക്കും ഭൂതത്തിലേക്കും ഊഞ്ഞാലാടുന്ന കളി അവർ നടത്താറില്ല. ബുദ്ധിമാന്മാർ അവർ ഈ നിമിഷത്തിൽ ജീവിക്കും. ഒരു പുഴയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയിൽ വീണ ഒരു കൊട്ടത്തേങ്ങയ്ക്ക് എന്തെങ്കിലും റോളുണ്ടോ അവിടെ? ആ കൊട്ടത്തേങ്ങ കരുതുകയാണ്, ഞാനിങ്ങനെ ഒഴുകിപ്പോയി കടലിൽ ചെന്ന് കടലിൽ നിന്ന് 7 സമുദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് സ്വപ്നം കാണാം, കുഴപ്പമില്ല. പക്ഷേ അതിനെന്താ ചെയ്യാൻ കഴിയുക? ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനിങ്ങനെ സ്വപ്നം കാണാം, ഭാവിയെക്കുറിച്ചും ഇനി പോകുന്ന വഴികളെക്കുറിച്ച്. ഞാൻ ഈ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണിട്ട് ഞാൻ ഇത്രയും ദൂരം ഞാനിങ്ങനെ ഒഴുകി, അങ്ങനെയൊക്കെ കരുതാം. പക്ഷേ സത്യത്തിൽ അതൊന്നും ചെയ്യുന്നില്ല. ഈ കാലപ്രവാഹത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നദിയുടെ ഒഴുക്കിൽ തേങ്ങ പോകുന്നു, കാലപ്രവാഹത്തിൽ നമ്മൾ മുഴുകി പോകുന്നു. ഈ ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു ബോധം നമുക്ക് വരും. പക്ഷെ അതിന് നമ്മുടെ ഈ പ്രകൃതി അങ്ങനെ അങ്ങോട്ട് വിടില്ല. ഈ പ്രകൃതി ഇവിടെ പല കെണിയും ഒരുക്കിയിട്ടുണ്ട്. കണ്ണിനും മൂക്കിനും നാക്കിനും ത്വക്കിനും ഇഷ്ടപ്പെടുന്ന, ചെവിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പല കെണികളും ഒരുക്കി വെച്ചിട്ടുണ്ട് പ്രകൃതി. ഇതിൽ ഏതെങ്കിലും ഒരു കെണിയിൽ നിങ്ങൾ കുരുങ്ങാതിരിക്കില്ല. അങ്ങനെ കുരുങ്ങിയത് കൊണ്ടാണ് നിങ്ങളിവിടെ വരുന്നത്. ഈ ചെവിയുടെ കുരുക്കോ മൂക്കിൻ്റെ കുരുക്കോ നാക്കിൻ്റെ കുരുക്കോ അല്ലെങ്കിൽ ത്വക്കിൻ്റെ കുരുക്കോ ഏതെങ്കിലും ഒരു കുരുക്ക് അകപ്പെട്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് മനുഷ്യജന്മം സ്വീകരിച്ച് വരുന്നത്. അത് ബോധം വന്നാലേ ആ കുരുക്കഴിയൂ. ആ ബോധം വരുത്തുവതിനാളായി നിൽക്കുന്ന ആചാര്യൻ തന്നെയാണ് നാരായണൻ, ഈശ്വരൻ. അപ്പോൾ ആ ഈശ്വരൻ്റെ കൃപ കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതിനായിട്ട് ആദ്യം നമ്മുടെ അഹങ്കാരമാണ് പോകേണ്ടത്. അഹങ്കാരം പോകുമ്പോൾ നമ്മൾ സറണ്ടറാകും. സറണ്ടറാകുമ്പോൾ പറയുന്ന കാര്യങ്ങൾ പറയുന്ന അതേ അർത്ഥത്തിൽ യാതൊരുവിധ അനലൈസും ഇല്ലാതെ ഒരു അപഗ്രഥനവും ഇല്ലാതെ അതേപോലെ സ്വീകരിക്കാൻ ഹൃദയം തയ്യാറായിരിക്കും. ബുദ്ധിയല്ല. ബുദ്ധിയിലേക്ക് വരുന്നതൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്ത് തള്ളിക്കളയുക ചെയ്യുക. ഹൃദയത്തിലേക്ക് നേരിട്ട് സ്വീകരിക്കുന്നതിൽ ഒരു സെൻസറിങ്ങും ഇല്ല, അതേപോലെ അങ്ങോട്ട് കയറി പൊക്കോളും. അതിന് സറണ്ടർ ആവണം. ബുദ്ധി പ്രകാശിക്കാതെ ഹൃദയം പ്രകാശിക്കും. ഹൃദയം പ്രകാശിച്ചാൽ ബുദ്ധി നിഷ്പ്രഭമാണ്. അപ്പോൾ ഒരു നല്ല ഗുരുവിൻ്റെ മുമ്പിലെത്തിയാൽ നിങ്ങളുടെ ബുദ്ധി നിഷ്പ്രഭമായി പോകും, അടിയറവാവും. നിങ്ങളുടെ ഹൃദയം തുറക്കും. ഹൃദയത്തിലേക്ക് മഹാവിജ്ഞാനം നേരിട്ട് പ്രവഹിക്കും. അതാണ് ഗുരുവിൻ്റെ മഹത്വം. അതുകൊണ്ട് ഭാവി ഭൂത വർത്തമാനങ്ങളിൽ ആവോ നമുക്ക് തിരിയായെന്നുറച്ചു തിരുനാമങ്ങൾ ചൊല്ലുക. ദൈവസ്മരണയോടുകൂടി ജീവിക്കുക. ഞാനൊന്നും ചെയ്യുന്നില്ല, എൻ്റെ അന്തര്യാമിയെ കുടികൊള്ളുന്ന ദൈവം എന്നെ സംരക്ഷിക്കും. നിങ്ങൾ അന്യഗ്രഹത്തിലേക്ക് അന്യലോകത്തിലേക്കൊന്നും അന്വേഷിച്ചു പോകണ്ട. നിങ്ങളുടെ ഈ മനസ്സുണർന്ന് ആഗ്രഹിക്കുന്ന മനസ്സ് സദാ ഉണർന്നിരിക്കുകയാണ്. മോഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. ആശയങ്ങൾ 10,000-കണക്കിന് ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങളൊക്കെ സമ്മേളിക്കുന്ന നിങ്ങളുടെ മനസ്സ് നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ ശരീരം, പഞ്ചഭൂതങ്ങൾ നിർമ്മിച്ച നിങ്ങളുടെ ശരീരം
ശരീരത്തിലെ 5 ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം. ഇതിനൊക്കെ നിങ്ങൾക്ക് ആകെപ്പാടെ ഇതൊക്കെ ആസ്വദിക്കാനുള്ള ഉപകരണം ഈ ശരീരമാണ്. ഈ ശരീരം വഴി ആണ് ഈ മനസ്സ് ഇതെല്ലാം ആസ്വദിക്കുന്നത്. അങ്ങനെയുള്ള ഈ ശരീരം വീണുപോയാൽ നിങ്ങളെ മോഹങ്ങളെല്ലാം കഴിഞ്ഞു. ഈ ശരീരത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അകവും പുറവും തിങ്ങി നിൽക്കുന്ന ആ ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്. അകത്ത് ഈ ശ്വാസം സ്വീകരിക്കുക, നിങ്ങളുടെ പചനം നടത്തുക, രക്തചംക്രമണം നടത്തുക, അങ്ങനെ നിങ്ങളെ നിലനിർത്തുക. അതിന് വേണ്ട ഓർണമെൻറ്റ്സൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ഒരു പവർ ഇതിനകത്ത് നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും ഈ പ്രവൃത്തികൾ നിലയ്ക്കാതെ നിങ്ങളെ നിലനിർത്തുന്ന ഒരു പവർ നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ തന്നെയുണ്ട് ശക്തി. ആ ശക്തി നിങ്ങളെ അകമേ ഇരുന്ന് നിയന്ത്രിക്കുന്നത് പോലെ തന്നെ പുറമേ നിങ്ങൾക്ക് വേണ്ട വായു, വെള്ളം, ഭക്ഷണം ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുക. പുറമേ നിങ്ങൾ വ്യവഹരിക്കുന്ന ലോകത്ത് നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. അതും ആ മഹാശക്തി തന്നെ. അതുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ അകവും പുറവും തിങ്ങും മഹിമാവായ നിൻപദം എന്ന് പറയാൻ കാരണം. അങ്ങനെ അകവും പുറവും തിങ്ങി നിൽക്കുന്ന ആ മഹാപ്രഭുവിനെ നിങ്ങൾ അംഗീകരിക്കുകയും അവിടെ സറണ്ടറായിട്ട് എന്നെ രക്ഷിക്കണേ, നമിക്കുന്നു ഞങ്ങളങ്ങേ ഭഗവാനെ തുണയ്ക്കണേ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അദ്ദേഹം നിങ്ങളെ കൈക്കൊള്ളും, കൈവിടിയില്ല. ഇതാണ് സറണ്ടറിങ്. ഇതാണ് അർജുനൻ കൃഷ്ണൻ്റെ മുമ്പിൽ ചെയ്തതും. അപ്പോൾ നിങ്ങൾ ആദ്യം വേണ്ടത് ഈ പവറിനെ മനസ്സിലാക്കി അകവും പുറവും നീങ്ങുന്ന ഈ മഹാശക്തി നിങ്ങൾ എന്ന പോലെ സർവ്വജീവചരാചരങ്ങളുടെ ഉള്ളിലും ഇത് തന്നെ കുടികൊള്ളുന്നു എന്ന് മനസ്സിലാക്കി സർവം ഈശാവാസ്യമിതം സർവം എന്ന് മനസ്സിലാക്കി ജീവിക്കുക. എവിടെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭയാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. സർവം ശുഭമായിട്ടേ വരൂ. ജയ് ഗുരുദേവ്.